ഇന്നത്തെ ദൈവവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്നാണ് ധ്യാനിക്കുന്നത്. പ്രധാനമായിട്ടും ആമോസ് ചാപ്റ്റർ 5 വേഴ്സസ് 18 to 6 വേഴ്സസ് 14. ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വരെയാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിനെടുക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ഒന്നിച്ച് ധ്യാനിച്ച ഭാഗം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. എന്തുവാ ഈ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ? അതിന്റെ 1-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളെ കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഒരു വിലാപമാണ് 5-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. എന്തിനാ വിലപിക്കുന്നത്? ഇതിനാ ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു. ഇസ്രായേൽ ഹാസ് ഫോളൻ, ഇനിയും എഴുന്നേൽക്കത്തില്ല, നിലത്ത് പറ്റിക്കിടക്കുന്നു, അവളെ നിവർത്താൻ ആരുമില്ല. ഹെൽപ്ലെസ് ഫോൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ വീണു, ആരും സഹായിക്കാനില്ല. ഈ വിലാപഗാനത്തിൽ അവസാന ഭാഗത്തേക്ക്, അതായത് 16-17 വരുമ്പോൾ പറയുന്നത് എല്ലാ വീഥികളിലും വിലാപം, എല്ലാ തെരുവിലും നിലവിളി, എല്ലായിടത്തും അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ജനം വിലപിക്കുന്ന ഒരു വിലാപഗാനമാണ് 5-ന്റെ 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. ആ വിലാപത്തിൽ നിന്ന് നമ്മൾ എന്തോ ഇതിനു മുമ്പ് ചിന്തിച്ച് 2 രീതിയിലാണ് നമ്മൾ അത് മനസ്സിലാക്കിയത്. എന്തുവാ ഈ വിലാപം? ഇവിടുത്തെ വിലാപത്തിന്റെ പ്രത്യേകത, സാധാരണ വിലാപം പഴയ നിയമത്തിൽ നടക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയാണ് വിലാപഗാനം നടത്തുന്നത്. പക്ഷെ ഇവിടുത്തെ വിലാപത്തിന്റെ പ്രത്യേകത ജീവനോടിരിക്കുന്നവർക്ക് വിലാപം പാടും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവസംസ്കാരം നടത്തുക. നമ്മളത് കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചതാണ്. അതിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യം ഇതാണ്. 2 നിലയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഒന്ന്, വി ലുക്ക്ഡ് ഇൻ ടു ദ ഹാർട്ട് ഓഫ് ദ പ്രൊഫറ്റ്. ഇത് പറയുന്ന പ്രവാചകന്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്താ കാരണം? ഒരു സൈഡിൽ നിന്ന് പ്രവാചകൻ പറയാ ദൈവം നിന്നെ ന്യായം വിധിക്കും, ശക്തമായി ദൂത് പറയുമ്പോൾ തന്നെ മറു സൈഡിൽ പ്രവാചകന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ജനത്തിന്റെ നാശം കണ്ട് നിലവിളിക്കുന്ന പ്രവാചകന്റെ ഹൃദയത്തെ നമ്മൾ കാണുകയുണ്ടായി. അവിടുന്ന് നമ്മൾ പഠിച്ചു, കാലഘട്ടത്തിൽ ദൈവം നമ്മളെ പ്രവാചകന്മാരായി ദൈവ ശബ്ദമായി നിൽക്കാൻ നിർത്തിയിരിക്കുമ്പോൾ അത് കേവലം അറ്റാക്ക് ചെയ്ത ആൾക്കാരെ വലിച്ചു കീറാൻ വേണ്ടിയല്ല, പക്ഷെ അവരുടെ രക്ഷപ്പെടണമേ എന്നുള്ള ദുഃഖത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്നാണ് ഈ ശുശ്രൂഷ വെളിപ്പെടേണ്ടത്. അല്ലെങ്കിൽ ഇത് യഥാർത്ഥ പ്രവാചകന്റെ ലക്ഷണമല്ല. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത്, വി ലുക്ക്ഡ് ഇൻ ടു ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയത്തെ നമ്മൾ നോക്കി. ദൈവത്തിന്റെ ഹൃദയത്തെ നോക്കിയത് നമ്മളെ പ്രധാനമായിട്ടും ആരാധനയോടുള്ള ബന്ധത്തിലാണ്. ആ ഭാഗങ്ങൾ ഇന്ന് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ വിലാപം എഴുതിയിരിക്കുന്നത്? എന്തിനാ ഈ വിലാപം പ്രവാചകൻ ചെയ്തേ? കാരണം ഈ ജനം, ഇസ്രായേൽ ജനം, ആമോസിന്റെ ശബ്ദം കേട്ട്, ആമോസിന്റെ ദൂത് കേട്ട് മാനസാന്തരപ്പെടുന്ന ലക്ഷണം ഇല്ല. 4-ാം അധ്യായം നമ്മൾ ഓൾറെഡി ചിന്തിച്ചതാണ്. 4-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ശക്തമായി ദൂത് പറയാ, നിങ്ങളുടെ ആലയങ്ങളെ നശിപ്പിക്കും, വ്യക്തമായിട്ട് ദൂത് പറയാ. പക്ഷെ ഇവർ യഹോവയിലേക്ക് തിരിയത്തില്ല. അപ്പൊ പ്രവാചകൻ പറഞ്ഞ, നിങ്ങൾ ഇതുവരെ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല, അതുകൊണ്ട് ദൈവം നിങ്ങളിലേക്ക് തിരിയാൻ പോവാ, നിങ്ങള് ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങി നിന്നോളാനൊക്കെ ദൂത് പറഞ്ഞു. പക്ഷെ ഇവരാരും ഗുണപ്പെട്ടില്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ. അപ്പോഴാണ് അടുത്ത ഒരു മെത്തേഡ്, കരഞ്ഞുകൊണ്ട് ഇവരോട് പറയാ, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ തെരുവിലെല്ലാം നിലവിളി ഉയരും. കരഞ്ഞുകൊണ്ട്, വിലപിച്ചോണ്ട് പ്രവാചകൻ പറയാം. എന്താ കാരണം? പ്രവാചകൻ ഓർത്തു, ഈ നിലവിളിയുടെ ദൂത് കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഈ വിലാപഗാനം കേൾക്കുമ്പോഴെങ്കിലും രക്ഷപ്പെടും. ഉദാഹരണത്തിന് ഈ ഒരു മരണമൊക്കെ കണ്ടാൽ, നമ്മൾ ഒരു ആള് മരിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ നമുക്കൊരു മരണം, നമ്മുടെ അടുത്തൊരാൾ മരിച്ചാൽ നമുക്കൊരു ഷോക്കാ, നമ്മൾ ഞെട്ടിപ്പോയോ. ഇവിടെ പ്രവാചകൻ എക്സ്പെക്ട് ചെയ്ത് എന്താ?
മരിക്കും, മരണമുണ്ടെന്ന് പറയുമ്പം the prophet expected that the people will repent. മരിക്കുമെന്ന് പറയുമ്പോഴെങ്കിലും മരണമാണ്, നിലവിളിയാണെന്ന് പറയുമ്പോൾ മാനസാന്തരപ്പെടത്തില്ലേ? പക്ഷെ സാധാരണ ജനം മാനസാന്തരപ്പെടും, പക്ഷെ ഇസ്രായേൽ മാനസാന്തരപ്പെട്ടില്ല. ഇസ്രായേൽ എങ്ങനെ ഇതിനോട് പ്രതികരിച്ചെന്നറിയോ? നോക്കിക്കേ, 6-ാം അധ്യായത്തിലേക്ക് കടന്നതാണ്. 6-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ അവർ പ്രതികരിച്ചെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സിയോനിൽ സ്വൈരികളായി, ശമരിയ പർവ്വതത്തിൽ നിർഭയരായി, ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽ ഗൃഹം വന്നു ചേരുന്നവരായുള്ളവരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. സിയോനിൽ സ്വൈരികളായി, ശമരിയ പർവ്വതത്തിൽ നിർഭയരായി എന്ന് പറഞ്ഞ വിലാപം കേട്ട ജനത്തിന്റെ പ്രതികരണം കണ്ടോ? ദേ ആർ കംഫർട്ടബിൾ, ദേ ആർ അറ്റ് ഈസ്. ന്യായവിധി, മരണം വരുമെന്ന് അവർക്ക് കുലുക്കം തട്ടിയിട്ടില്ല. അവർ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. ഒരു ശകലം ഇളക്കം അവർക്ക് തട്ടിയിട്ടില്ല. എന്താ കാരണം? കാരണം ഇതിന്റെ പശ്ചാത്തലമാണ്. ഇന്നലെ നമ്മൾ അത് ചിന്തിച്ചതാണ്, ആവർത്തിക്കുന്നില്ല. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമ്പന്നതയുള്ള ഒരു കാലം, എല്ലാം കൊണ്ട് സമാധാനത്തിലിരിക്കുന്ന ഒരു കാലം. ഒരു കാരണവശാലും ഞങ്ങൾക്കൊരു ഇതൊരു ഭീഷണിയായിട്ട് പോലും ഇവർക്ക് തോന്നിയില്ല. ദ മെസ്സേജ് ഓഫ് റിപ്പന്റൻസ് സീംഡ് ഇറലവന്റ് ടു ദ പീപ്പിൾ. മാനസാന്തരത്തിന്റെ സന്ദേശം അവർക്ക് അപ്രസക്തമായിട്ട് തോന്നി. അവിടെ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, വി നീഡ് ടു അപ്ലൈ ടു ourselves. ആഴ്ചകൾ, മാസങ്ങൾ, ദിവസങ്ങൾ, എല്ലാ ദിവസവും നമ്മൾ എന്ത് കേൾക്കുക? മാനസാന്തരപ്പെടാനുള്ള സന്ദേശങ്ങൾ കേൾക്കുക, മാനസാന്തരപ്പെടാൻ. കഴിഞ്ഞ ദിവസം സങ്കീർത്തനത്തിൽ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇതിപ്പോ ഏത് പഴയ നിയമം എടുത്താലും പുതിയ നിയമം എടുത്താലും, സാധാരണ നമ്മുടെ സഭകളിലൊക്കെ സങ്കീർത്തനയിൽ എടുക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു ആവേശം ഉണ്ടാവുന്ന എന്തെങ്കിലും കേൾക്കാൻ പറ്റും ചിന്തിക്കും. പക്ഷെ ഇതിപ്പോ സങ്കീർത്തനം എടുത്ത് പ്രസംഗിച്ചാലും, ആമോസ് ആണേലും, കഴിഞ്ഞ ഞായറാഴ്ച പുറപ്പാട്, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണത്തില്ല ഒക്കെ കേട്ട് നമ്മൾ ഉപവാസത്തിൽ ഉണർവ് നേടിയ, പക്ഷെ അതെടുത്താലും നമുക്ക് മാനസാന്തരത്തിന്റെ സന്ദേശങ്ങളാണ്. വീക്ക് ആഫ്റ്റർ വീക്ക് വി ആർ ലിസണിങ് ഇറ്റ്. നമ്മൾ എന്താ ചെയ്യുന്നത്? എങ്ങനെ ഈ സന്ദേശത്തെ നമുക്ക് ഒഴിവാക്കാമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. കാരണം വി തിങ്ക്, ഞാൻ മാനസാന്തരപ്പെടണോ? എനിക്കെന്ത് മാനസാന്തരം? എന്നെ ദൈവം ശിക്ഷിക്കുമെന്നോ? വൈ? അതേപോലത്തെ ഒരു ചിന്തയാണ് ആ ജനത്തിനുണ്ടായിരുന്നത്. അവരും ചിന്തിക്കുക, ഞങ്ങളെ ദൈവം ശിക്ഷിക്കുമെന്നാണോ പറയുന്നത്? ഞങ്ങൾ ദൈവത്തിലേക്ക് തിരിയണമെന്നാണോ പറയുന്നത്? ഞങ്ങളെ ദൈവം ഒന്നും ചെയ്യത്തില്ല. നമുക്ക് കാരണങ്ങളിലേക്ക് കടക്കാം. Why did they reject this message of Amos? ആമോസിന്റെ സന്ദേശത്തെ ഇവർ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? തള്ളിക്കളയാൻ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്ത ഭാഗത്ത് കാണുന്നത്. 5:18 മുതൽ 6:14 വരെ അവർ ഈ സന്ദേശത്തെ തള്ളിക്കളയാൻ ഉണ്ടായ കാരണങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ, ദൂത് കേട്ടു മാനസാന്തരപ്പെടണം, ന്യായവിധി വരിക, ഞങ്ങളെ അത് തൊടത്തില്ല. കാരണം ഇവർ ചില കാര്യങ്ങൾ ഇവിടെ ആശ്രയം വെച്ചേക്കുക. They have kept their confidence in certain things. ചില കാര്യങ്ങളിൽ ഇവരുടെ ആശ്രയം വെച്ചേക്കുക. അപ്പം പ്രവാചകൻ എന്താ ചെയ്യുക? ഇവർ ആശ്രയം വെച്ചിരിക്കുന്ന ഓരോ കാര്യം എടുത്ത് പൊളിക്കുക, തകർത്ത് കളയുക. ഈ ആശ്രയങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. 5:18 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ ഫോൾസ് സ്പിരിച്വൽ ഹോപ്സ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, ഇവര് സുരക്ഷിതരാണെന്ന് ഇവർ പറയാ. ദൈവത്തിന്റെ ന്യായവിധി ഞങ്ങളെ തൊടത്തില്ല, ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുമ്പോൾ ആദ്യമേ ചില ആത്മീയ കാര്യങ്ങളാണ്, സ്പിരിച്വലായിട്ട് ചില കാര്യങ്ങൾ ഇവർ ആശ്രയം വെച്ചിരിക്കുക. തെറ്റായ ആത്മീയ പ്രതീക്ഷകൾ. രണ്ടാമതായിട്ട് 6-ാം അധ്യായം നമ്മൾ മുഴുവനായി കാണുന്നത് ഫിസിക്കലായിട്ടുള്ള ചില പ്രതീക്ഷകൾ, തെറ്റായ ഭൗതിക പ്രതീക്ഷകൾ. അവർ ആശ്രയം വെച്ചിരുന്ന 2 മേഖല, ഒന്ന് ആത്മീകമായ കാര്യങ്ങളാണ്, 2 ഭൗതികമായ ചില കാര്യങ്ങളാണ്. ഈ 2 കൂട്ടം കാര്യങ്ങളെയും പ്രവാചകൻ
മൊത്തത്തിൽ തകർത്ത് കളയുന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവരുടെ പ്രതീക്ഷ എന്താണ് നമ്മൾ മനസ്സിലാക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എനിക്കും ഇങ്ങനെ എന്തെങ്കിലും വ്യാജ സംതൃപ്തിയാണോ, അതോ യഥാർത്ഥമായി am I really secure or I am having a false sense of security എന്ന് നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കണം. കാരണം we are Pentecostals, നമ്മൾ മറ്റ് സഭകളെ പോലെയല്ല. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്നവരാണ്. നമുക്ക് 7-8 പാസ്റ്റർമാരുള്ളവരാണ്. നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നവരാണ്. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളായതുകൊണ്ട് ചിലപ്പോൾ നമുക്കിതൊരു ഒരു വലിയ മതില്, നമ്മൾ സെക്യൂർ ആണെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒന്നാമതായിട്ട്, ആത്മീകമായി ഉണ്ടായ അവരുടെ തെറ്റിദ്ധാരണ എന്തുവാ നമുക്ക് നോക്കാം. 5:18 മുതലുള്ള വാക്യങ്ങൾ. 5:18 ഒന്ന് വായിക്കാം ആദ്യമേ. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. അപ്പൊ ഒന്നാമത്തെ ആത്മീകമായ വിഷയത്തിൽ ഇവർ ആശ്രയം വെച്ചിരുന്നു. ഒന്നാമത്തെ അവരുടെ ആശ്രയം എന്തറിയോ? They trusted in the day of the Lord. യഹോവയുടെ ദിവസം. എന്ത് ഇവർ പറഞ്ഞറിയോ? ഈ പ്രവചന പുസ്തകം തുടങ്ങിയപ്പോൾ 1, 2, 3 അധ്യായങ്ങൾ, 1, 2 അധ്യായങ്ങൾ, ആദ്യത്തെ 2 അധ്യായങ്ങളിൽ പ്രവാചകൻ വന്നിട്ട് പ്രവചിച്ചു തുടങ്ങി. എന്ത് പ്രവചിച്ച്? ദമസ്കോസിൽ ദൈവത്തിന്റെ ന്യായവിധി വരും, ഗസയിൽ ദൈവത്തിന്റെ ന്യായവിധി വരും, ഏദോമിൽ ദൈവത്തിന്റെ, അമോനിയർക്ക് ദൈവത്തിന്റെ. അപ്പൊ ജനമെല്ലാം പറഞ്ഞു, കറക്റ്റ് ദൂത, എക്സാക്ട് മെസ്സേജാ. പ്രവാചകൻ കൊള്ളാം, കാരണം അവർക്കെല്ലാം ഞങ്ങളുടെ ശത്രു, അവരെല്ലാം നശിക്കണം, കറക്റ്റ് ദൂതാന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ അടുത്ത ഇതിലേക്ക് കടന്നു. പ്രവാചകൻ പറയാ, ഇസ്രായേലിന്റെ മേൽ ന്യായവിധി, യഹൂദന്റെ മേൽ. ജനം അങ്ങ് തിരിഞ്ഞു. ഇതുവരെ കൈയടിച്ച് പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞവർ തിരിഞ്ഞു. ഇവര് പറയാ, അയ്യോ ദൂത് തെറ്റിപ്പോയെന്ന് തോന്നുന്നു, ഇത് യഹൂദനുള്ള ദൂതല്ല, ഐ തിങ്ക് മേ ബി യു ഗോട്ട് ഇറ്റ് റോങ്. പ്രവാചകൻ, നിങ്ങളുടെ ദൂത് മാറിയതായിരിക്കും, വേറെ ആർക്കോ വന്നതാ, മാറിപ്പോയതാന്ന് ചിന്തിച്ചു. കാരണം ഇവര് പറയാ, ഞങ്ങൾക്ക് എന്തോ ഉണ്ടെന്നറിയോ, ഞങ്ങൾക്ക് എന്തോ ഉണ്ട്, യഹോവയുടെ ദിവസമുണ്ട്. എന്തോ യഹോവയുടെ ദിവസം. യഹോവയുടെ ദിവസം എന്ന് ഇവരുടെ ഒരു പ്രത്യാശ, ഇവരുടെ ഒരു പ്രതീക്ഷയാ. എന്ന് പറഞ്ഞാൽ എ ഡേ ഈസ് കമ്മിങ്. ആ ദിവസത്തിൽ എന്ത് സംഭവിക്കും? ഇസ്രായേലിന് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും. പഴയ നിയമത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്, യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു ശത്രുവിനെ സംഹരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു ആശയമാണ്, ഒരു ദിവസം വരുന്നുണ്ട് ഫ്യൂച്ചറിൽ, അന്ന് ഇസ്രായേലിന്റെ എല്ലാ ശത്രുവിനെ നശിപ്പിച്ച് സകല രാജ്യത്തിനും മീതെ ഇസ്രായേല് ശ്രേഷ്ഠന്മാരാകുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ട്. പ്രവാചകൻ പറയാ, എന്ത് പ്രവാചകൻ പറയുന്നേ? പ്രവാചകൻ എന്താ പറയുന്നേ? നിങ്ങൾക്കയ്യോ എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ ആത്മീകമായ ഒരു വിഷയത്തിൽ അവർ വെച്ചിരുന്ന ആദ്യത്തെ ആശ്രയം കർത്താവിന്റെ ദിവസമാണ്, യഹോവയുടെ ദിവസമാണ്. നമ്മള് സിമ്പിളായിട്ട് പറഞ്ഞ, പ്രവാചകൻ വന്നു, ദൂത് പറഞ്ഞു, ന്യായവിധി നടക്കും. അപ്പൊ ജനം പറയാ, ഞങ്ങളെ ദൈവം നശിപ്പിക്കത്തില്ല. കാരണം എന്താ? കർത്താവിന്റെ ദിവസം ഞങ്ങൾക്ക് ഉണ്ട്. ഈ ആശയത്തെ പ്രവാചകൻ അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രവാചകൻ എന്തോ പറയുന്നത്? പ്രവാചകൻ പറയാ, എനിക്കല്ല തെറ്റിയത്, എന്റെ തിയോളജി അല്ല, എന്റെ ദൂതല്ല തെറ്റിയത്, നിങ്ങളെ ദൈവത്തെ പറ്റി മനസ്സിലാക്കിയതാ തെറ്റിയത്. അത് നോക്കിക്കേ, അടുത്ത വാക്യം 18-ന്റെ 2-ാം ഭാഗം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? നിങ്ങൾക്കൊരു ഗുണവുമില്ല. നിങ്ങൾ കാത്തിരിക്കുന്ന ഈ യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാല്,
നമ്മുടെ ആരെങ്കിലും മക്കൾ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു മോനെ? നല്ലതായിട്ട് എഴുതി. നല്ലതായിട്ട് എഴുതി. റിസൾട്ട് വന്നപ്പോ അവൻ പൊട്ടി. നമ്മൾ വലിയ കാര്യത്തിൽ റിസൾട്ട് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്റെ മോന്റെ റിസൾട്ട് നാളെയാ വരുന്ന കേട്ടോ. റിസൾട്ട് വന്നപ്പോ പിന്നെ നമുക്ക് പിന്നെ ആരാധനയ്ക്ക് വരാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തോ ജോലി ചെയ്തു, ഒരു മാസം നല്ല ജോലി, ആദ്യത്തെ മാസം ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ മാസം കഴിഞ്ഞപ്പോ ബോസ് പറയാ സ്ഥലം വിട്ടോളാൻ. എന്തോ ചെയ്യുന്നത്? അതേപോലത്തെ ഒരു പരിപാടിയായത് എന്ന് പറഞ്ഞാൽ ഇവര് ചിന്തിച്ചു, ഈ ദിവസത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾ മാറും, ഞങ്ങൾ എല്ലാവരെക്കാളും ശ്രേഷ്ഠരാകും. പക്ഷെ പ്രവാചകൻ പറയാ, ഇതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഇല്ല. ഇത് വെളിച്ചമല്ല, ഇരുട്ടാ കൊണ്ടുവരുന്നത്. ഈ വെളിച്ചം ഇരുട്ടെന്ന് പറയുമ്പോ മരണം ജീവൻ എന്ന് കണ്ടാൽ മതി. ജീവൻ കിട്ടുമെന്ന് അവര് ചിന്തിച്ചു, വെളിച്ചം കിട്ടുമെന്ന്. വെളിച്ചമല്ല, ഇരുട്ടാണ്, മരണമാണ് ഈ ദിവസം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ കാര്യത്തെ തെളിയിക്കാൻ വേണ്ടി ഒരു ഉപമ, ഒരു ഉദാഹരണം എടുക്കുക. അതാണ് നമ്മൾ അടുത്ത വാക്യം 19 വാക്യത്തിൽ കാണുന്നത്. 19 വാക്യം ഒന്ന് വായിച്ച്. അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവൻ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെയാകുന്നു. എന്തോ ആകുന്നു? എന്ത് മനസ്സിലായി? ഇവര് കാത്തിരിക്കുന്നത് എന്തോ? യഹോവയുടെ വലിയ പ്രതീക്ഷയോട് അങ്ങോട്ട് ചെന്നപ്പോഴാ യഹോവയുടെ ദിവസം ആര് വരുന്നത് പോലെ ഇരിക്കുന്നു. ഈ ഉപമയിൽ പറഞ്ഞ സിംഹം. ആ സിംഹത്തെ കണ്ട് ഇവര് ഓടി പോകുമ്പോഴാ വീണ്ടും ചെന്ന് ചാടുന്ന ആരുടെ മുമ്പിൽ? കരടിയുടെ മുമ്പിൽ. അവിടുന്ന് ഓടി എന്ന് പറഞ്ഞാൽ ഇവര് തോറ്റു കൊടുക്കുന്നവരല്ല, ഇവര് മാനസാന്തരപ്പെടുന്നവരല്ല. ഇനിയും ഞങ്ങൾക്ക് എന്തോ ഉണ്ട്? സുരക്ഷിത താവളമുണ്ട്. എവിടാ? ഞങ്ങളുടെ വീട്. നേരെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് എല്ലാം റെഡിയായെന്ന് പറഞ്ഞ് ഭിത്തിയിലോട്ട് അങ്ങോട്ട് കൈവെക്ക്. സർപ്പം എന്തുവാ മനസ്സിലാക്കിയേ? രക്ഷപ്പെടത്തില്ല. മാനസാന്തരപ്പെടാതെ രക്ഷയില്ലെന്ന് പ്രവാചകൻ തീർത്തു പറയാ. യു വിൽ നോട്ട് എസ്കേപ്പ് വിത്തൗട്ട് റിപ്പന്റിങ് എന്ന് പറഞ്ഞാ ഇവരുടെ ആദ്യത്തെ പ്രതീക്ഷയാകുന്ന യഹോവയുടെ ദിവസം എന്നുള്ളത് പ്രവാചകൻ തകർത്ത് ഇവരുടെ കൈ കൊടുക്കുക. മാനസാന്തരപ്പെടാതെ രക്ഷപ്പെടത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എന്ന വണ്ണം എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? യഹോവയുടെ ദിവസം ഇസ്രായേലിനൊരു പ്രതീക്ഷയായിരുന്നു. ഇന്ന ദിവസം ഞങ്ങൾക്കൊരു വിടുതലുണ്ടാവും. ഇന്നത്തെ പ്രവാചകന്മാരെന്ത് പറഞ്ഞു? ഇതിപ്പം സെപ്റ്റംബർ മാസം. ഈ ഇപ്പത്തെ പ്രവാചകന്മാരുടെ ചാനലോ യൂട്യൂബൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. ഓരോ മാസം തുടങ്ങുമ്പോഴും പറയും, ഇപ്പൊ സെപ്റ്റംബർ, ദ മന്ത് ഓഫ് അബണ്ടൻസ്, ദ മന്ത് ഓഫ് ഓവർഫ്ലോ. കൃപയുടെ ഓവർഫ്ലോ അല്ല, അബണ്ടന്റ് ഫ്ലോയിങ്. എന്തൊക്കെ കേൾക്കണം? കവിഞ്ഞൊഴുകുകയാണ് എന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷ ഈ ജനത്തിന് കൊടുക്കുക. ആർക്ക്? ഈ സഭയിൽ വരുന്ന ജനത്തോടും ഒരു പ്രതീക്ഷ കൊടുക്കുക. കുഴപ്പമില്ല, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സെപ്റ്റംബർ മാസം എന്തുവാ? നിന്റെ മാസമാ. ഞാനൊരു മീറ്റിങ്ങിന് കഴിഞ്ഞ ദിവസം പോയി. ഞാൻ ഏറിയ മീറ്റിംഗ് ഇത് പറഞ്ഞ കാര്യമാണ്. ഞാൻ വളരെ യാദൃശികമായിട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഇടയായി തീർന്നു. എനിക്ക് ഞായറാഴ്ചയാണ് മീറ്റിംഗ്. അപ്പൊ തലേ ദിവസം ആ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. അപ്പൊ ഞാൻ ഓർത്ത് വെറുതെ വീട്ടിൽ ഇരിക്കേണ്ട, പോയേക്കാന്ന് ഓർത്ത് ഞാനിവിടെ ഇച്ചിരി ലേറ്റ് ആയിട്ട് ഞാൻ ആ ചർച്ചിൽ ചെന്നു. ലേറ്റാണ്, ഞാൻ ഏറ്റവും പുറകിലിരിക്കുമോ. അപ്പം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദേവദാസൻ എഴുന്നേറ്റു. എന്നെ അറിയത്തില്ല, ഗസ്റ്റായിട്ട് വന്ന. എന്നെ അറിയുന്ന ആരും തന്നെ അവിടെ ഇല്ല. അപ്പം വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവസാനം പ്രവചനത്തിലേക്ക് കടന്നു. പ്രവചനം ഇങ്ങനെ തുടങ്ങി, ഓരോരുത്തർക്കും ഇങ്ങനെ പ്രവചനം പറഞ്ഞു. അവസാനമാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. എൻ്റെ അടുത്തേക്ക് വന്നു, പരസ്യമായിട്ടല്ല, എൻ്റെ അടുത്ത് വന്നിട്ട് ചെവിയില്ല. ജനമെല്ലാം ഫുൾ സൂപ്പർ കരിസ്മാറ്റിക് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്തോ പറഞ്ഞതുപോലെ ആൾക്കാർ കേൾക്കാൻ പറ്റും. എന്നോട് വന്നിട്ട് പറഞ്ഞു, മകനെ, നീ പ്രാർത്ഥിക്കുന്ന 2ാം വിഷയത്തിന് അടുത്ത വർഷം 3ാം മാസത്തിലും, 1ാം വിഷയത്തിന് അടുത്ത വർഷം 2ാം മാസത്തിലും ദൈവം പ്രവർത്തിക്കും. ഞാൻ ഓർത്ത്, ഇത് ഏതാ ഇനി 1ാമത്തെ വിഷയം, ഏതാ ഇനി 2ാമത്തെ വിഷയം? അല്ല, പ്രവാചകൻ പറഞ്ഞല്ലേ, വിഷയങ്ങളില്ലയോ? വിഷയങ്ങളാണോ കുറവ്? ഇനി ഞാനൊന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഏത് വിഷയമാണ്?
ചിലർ ആത്മാർത്ഥമായിട്ട് ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ല ഈ ഒരു മാസം കൂടെ പിടിച്ചു നിൽക്കുകയോ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം ഞങ്ങൾക്കൊരു വിടുതലാണെന്ന്. ഒരു ഹോപ്പല്ലേ? ആശയ്ക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണോ? ചുമ്മാ ഒരു സ്വപ്നം ഇരിക്കട്ടെ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ കൊച്ചിലെ, ഞാൻ ഒരിക്കൽ പറഞ്ഞ, എന്നാലും ഒരിക്കലും ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞങ്ങൾക്ക് അന്ന് അവിടെ വണ്ടിയില്ല. സാധാരണ അവിടെ എല്ലാവർക്കും വണ്ടിയുണ്ട്, ഞങ്ങൾക്ക് വണ്ടിയില്ല. അപ്പൊ ഞങ്ങളോട് പ്രവാചകന് മനസ്സിലായി എങ്ങനോ ഞങ്ങൾക്ക് വണ്ടിയില്ലെന്ന്. പ്രവാചകൻ അത് എങ്ങനോ നമ്മുടെ പക്ഷെ പൾസ് പിടിച്ചിട്ട് ദൂത് പറഞ്ഞു, ഒരു വെള്ള മിറ്റ്സുബിഷിയുടെ വാനാ സഹോദര ഞാൻ കാണുന്നത്. എൻ്റെ പപ്പയോട് പറഞ്ഞു. അയ്യോ, ഞങ്ങള് പിന്നെ സ്കൂളിൽ പോകുമ്പോഴും സാറായിരുന്നില്ല, ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോഴല്ല റോഡിൽ പോകുന്ന ഏത് വെള്ള മിറ്റ്സുബിഷി വൈറ്റ് മിറ്റ്സുബിഷി കണ്ടാലും ഇതേപോലത്തെ ഒരു വണ്ടിയാ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എവിടാ? അതൊന്നും നടന്നേ ഇല്ല. പക്ഷെ ഓരോ ന്യൂ ഇയറിനും നമുക്കെന്തുവാ ഒരു പ്രതീക്ഷയുണ്ട്. ചിലപ്പോ കിട്ടിയാലോ, ചിലപ്പോ കിട്ടിയാലോ, ചിലപ്പോ കിട്ടിയാലോ. ചുമ്മാ ഒരു പ്രതീക്ഷ കൊടുക്കുക. ലുക്ക് അറ്റ് ദിസ് പ്രോഫറ്റ്. ഈ പ്രോഫറ്റിനെ നോക്ക്. രക്ഷയില്ല മാനസാന്തരപ്പെടാതെ. സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ വിടുതൽ എന്താ? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡെലിവറൻസ്? അടുത്ത മാസം നിന്റെ വിടുതലിന്റെ മാസം. അടുത്ത മാസമല്ല, ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളുടെ വിടുതലിന്റെ ദിവസമാ. എന്തോന്നറിയോ? ഇഫ് യു ആർ ഏബിൾ ടു റിപ്പന്റ് ആൻഡ് റിട്ടേൺ ടു ഗോഡ്, മാനസാന്തരപ്പെടാൻ കഴിയുന്നെങ്കിൽ ഇന്നല്ലേ വിടുതൽ. അയ്യോ, നമ്മുടെ ഉള്ളിൽ ആത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ തെളിവാണ് മാനസാന്തരം. അല്ലാതെ ഇതിനെ തട്ടിക്കളയോ അടുത്ത മാസം എന്താവാ? നത്തിങ്. റിപ്പന്റ് ആൻഡ് റിട്ടേൺ ടു ദ ലോർഡ്. ദാറ്റ് ഈസ് ദ മെസ്സേജ് ഓഫ് ദ പ്രോഫറ്റ്. അതാണ് പ്രവാചകന്റെ ദൂത്. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞവൻ സുരക്ഷിതനാണ്. ഹീ സെക്യൂർ. അവനെ ദൈവം നശിപ്പിക്കത്തില്ല. അല്ലാത്തവൻ ഇവിടെ എന്ത് വിടുതൽ കിട്ടിയാലും അവൻ തകർന്നു പോകും. ഇറ്റ് ഈസ് ദാറ്റ് ക്ലിയർ. അത് അത്രയ്ക്ക് ക്ലിയർ ആണ് ഇവിടെ പറയുന്നത്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്, പ്രവാചകൻ ഇവരുടെ തെറ്റായ പ്രതീക്ഷയെ തകർത്ത് കളയാ. അത് മാത്രമല്ല, അവരുടെ പ്രതീക്ഷയെ തകർക്കുകയാണ്, അതോടൊപ്പം ഇവരുടെ ദൈവസങ്കല്പത്തെ തകർക്കുക. ഇവരുടെ ചിന്തയിൽ ദൈവമാരാ? ദൈവം സ്നേഹമല്ലേ? ദൈവം സ്വന്തം ജനമാകുന്ന ഇസ്രായേൽ ഞങ്ങളെ നശിപ്പിക്കുമെന്നോ? പ്രവാചക ദൂത് മാറി. അമോസ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞ, എടോ പ്രവാചക, നിനക്ക് ദൂത് തെറ്റിപ്പോയി. ദൈവ സ്നേഹമല്ലേ? ദൈവം നശിപ്പിക്കൂ? നോ, നോട്ട് അറ്റ് ഓൾ. ഇന്നും ഇപ്പോ അതേപോലത്തെ വികലമായ ചിന്തകൾ, പഠിപ്പീരുകൾ നമ്മുടെ ഇടയിലുണ്ട്. റോമാലേഖനത്തില് ഒരു വാക്യം ഇങ്ങനെ പറയുന്നു. റോമാലേഖനത്തിൽ പറയുന്നത്, പാപം പെരുകിയിടത്ത് കൃപ വർദ്ധിച്ചു. എന്നിട്ട് 6-ാം അധ്യായത്തിൽ പൗലോസ് ഒരു ചോദ്യം ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ കൃപ പെരുകാൻ വേണ്ടി, നല്ല ഐഡിയല്ലേ? പാപം പെരുകിയിടത്ത് കൃപ പെരുകി, അങ്ങനെയാണെങ്കിൽ കൃപ പെരുകാൻ വേണ്ടി ഉടനെ തന്നെ പൗലോസ് പറയാ, ഒരു നാളും certainly not പാപ സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യൂദയുടെ ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ചിലരുടെ ചിന്ത എന്താ? കൃപ 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 എന്ന് പറഞ്ഞ് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് ഇതിനെ പഠിപ്പിക്കുന്നവർ. അവിടെ ആളുകൂടും, അവിടെ മാനസാന്തരപ്പെടണ്ട, അവിടെ ദൈവം സ്നേഹം മാത്രമാണ്. വികലമായ ദൈവസങ്കല്പത്തെ തകർക്കുന്ന പ്രവാചകനെ നമ്മൾ ഇവിടെ കാണണം. ഡോണ്ട് ഫീൽ സെക്യൂർ. അത് കേൾക്കുമ്പം ഒരു ആവേശവും കുളിരൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇതിനേക്കാളും. പക്ഷേ അതൊരു തെറ്റായ ഒരു ഫോൾസ് സെക്യൂരിറ്റിയാണ്. അത് നിലനിൽക്കുന്ന സുരക്ഷിതത്വമല്ലേ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വൺ ലൈൻ പ്രവാചകന്റെ ദൂത്, മാനസാന്തരപ്പെടാതെ
രക്ഷയില്ല. There is no hope without repentance. അപ്പോ the first spiritual hope, ഒന്നാമത്തെ അവരുടെ ആത്മീകമായ ഒരു തെറ്റായ പ്രതീക്ഷ എന്തുവായിരുന്നു? കർത്താവിന്റെ ദിവസം. പ്രവാചക, ഞങ്ങൾക്കൊരു ദിവസമുണ്ട്. അതിനെ പ്രവാചകൻ തകർത്ത് കൈ കൊടുത്തു. സിംഹത്തിൽ നിന്നോടി, അത് ഓർത്തിരുന്നാ മതി, സിമ്പിളാവും. സിംഹത്തിൽ നിന്നോടി കരടിയുടെ വായിൽ പെട്ടു, എന്നിട്ടും വിട്ടുകൊടുക്കാത്തവർ, വീട്ടിൽ ഞങ്ങൾ സുരക്ഷിതരായിട്ടിരിക്കുമെന്ന് ഓർത്തവർ കൊണ്ട് പിടിച്ചത് സർപ്പത്തെയാണ്. There is no hope. That is the first thing with regard to spiritual hope. സ്പിരിച്വൽ ഹോപ്പ് 2-3 കാര്യങ്ങളോടുണ്ട്. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് വരാം. ലുക്ക് അറ്റ് 21 വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ചു നിരസിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങളുടെ ഉത്സവങ്ങൾ, നിങ്ങളുടെ സഭായോഗങ്ങൾ, രണ്ടാമത്തെ ആത്മീകമായ ഇവരുടെ പ്രതീക്ഷ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ ചെന്നിട്ട് പറയാ, ദൈവം നിങ്ങളെ നശിപ്പിക്കും, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം നിങ്ങളെ എതിരേറ്റ് വരിക എന്ന് പറയുമ്പം ജനം പറയാം, ഞങ്ങളെ നശിപ്പിക്കുമെന്നോ? ഞങ്ങൾ കൃത്യമായി സഭായോഗത്തിൽ പോകുന്നവരാ, കൃത്യമായി യാഗം കഴിക്കുന്നവരാ, ഞങ്ങളെയാണോ ദൈവം നശിപ്പിക്കാൻ പോകുന്നത്? ഇവിടെ ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. കേവലം ഉത്സവം മാത്രമല്ല, ഇവർക്ക് സഭാ യോഗമല്ല, യോഗങ്ങളുണ്ട്, സഭായോഗങ്ങളുണ്ട്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? 22 വായിക്കാമോ? നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഹോമയാഗങ്ങൾ, ഭോജനയാഗങ്ങൾ, തടിച്ച മൃഗങ്ങളെ കൊണ്ടുള്ള സമാധാന യാഗങ്ങൾ. അപ്പോ ഉത്സവമുണ്ട്, ഉത്സവമല്ലല്ലോ, ഉത്സവങ്ങളുണ്ട്, സഭായോഗങ്ങളുണ്ട്, യാഗം, പല യാഗങ്ങൾ ഉണ്ട്. അത് മാത്രമല്ല, പാട്ടുമുണ്ട്. അടുത്ത വാക്യം നോക്കിക്കേ. നിന്റെ പാട്ടുകളുടെ സ്വരം, പാട്ടുകളുടെ സ്വരം. പിന്നെ കീബോർഡ് മാത്രമല്ല, അവിടെ ഒരു ഓർക്കസ്ട്ര തന്നെ ഉണ്ട്, വീണയുണ്ട്, എല്ലാം കൂടെ ചേർത്ത് ഉള്ളൊരു രീതിയിലെ ആരാധനയാണ്. വാട്ട് ഈസ് ഗോഡ് സെയിങ്? ദൈവം എന്താ പറയുന്നത് അറിയോ? ഈ വാക്യത്തിൽ ദൈവം പറയുന്നത്, ആ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഗോഡ് ക്ലോസസ് ഹിസ് നോസ്ട്രിൽസ് ടു ഇസ്രായേൽസ് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ യാഗത്തിന്റെ ആ സൗരഭ്യം മണക്കാതെ വണ്ണം ദൈവം അടയ്ക്കുന്നു, തന്റെ നോസ്ട്രിലിനെ അടയ്ക്കുന്നു. അടുത്തത് പറയുന്നത്, ഞാൻ കടാക്ഷിക്കയില്ല എന്ന് പറഞ്ഞാൽ കണ്ണടക്കി, ഐ വിൽ നോട്ട് ലുക്ക് ഇൻ ടു യുവർ സാക്രിഫൈസസ്. അടുത്തതിൽ പറയാം, നിന്റെ പാട്ടിന്റെ സ്വരം കേൾക്കത്തില്ല, ചെവിയും അടച്ച്, കണ്ണും അടച്ച്, മൂക്കും അടച്ച്, നിന്റെ യാഗമേ വേണ്ട എന്ന് പറയുന്ന പ്രവാചകൻ. ജനം പ്രശംസിച്ചത് എന്തില്ല? ജനം പറഞ്ഞത്, ദൈവം ഞങ്ങളെ നശിപ്പിക്കത്തില്ല, ബിക്കോസ് ഞങ്ങൾ കൃത്യമായി സൺഡേ സർവീസ് ഉണ്ട്, ഞങ്ങൾക്ക് 1 വീക്ക് ഫാസ്റ്റിംഗ് പ്രെയർ, പിന്നെ 4 ദിവസങ്ങളിൽ മീറ്റിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് മീറ്റിംഗ് ഉണ്ട്, പിന്നെ ശനിയാഴ്ച കാര്യം മീറ്റിംഗ് ഉണ്ട്. നമ്മളെ ദൈവം നശിപ്പിക്കത്തില്ല, നമ്മളെ നശിപ്പിക്കുന്നു. പ്രവാചകൻ പറയാ, ഐ ഹേറ്റ് ഓൾ ഓഫ് ഇറ്റ്. അതെന്താ അങ്ങനെ പറഞ്ഞ്? നമ്മളോട് ദൈവം പറയാ, നിന്റെ സഭായോഗം വേണ്ട, നിന്റെ കാത്തിരിപ്പും വേണ്ടെന്ന് പറഞ്ഞ് എന്തുമായിരിക്കും അവസ്ഥ? അതേപോലത്തെ ഒരു ഫീലാ സത്യത്തിൽ. നമുക്ക് എന്ത് തോന്നും? നിന്റെ ഉപവാസം, പ്രവാചകൻ എന്നിട്ട് പറയാ ഒക്കോണം. അതാ അവരോട് പറയാം. സത്യത്തിലുണ്ടല്ലോ, ഈ ഭാഗം പ്രവാചകൻ ഇന്ന് പ്രവചിക്കുന്നത് ഇവരുടെ ആരാധന നടക്കുന്ന സ്ഥലത്താ. ഈ ബെഥേല്, ഗിൽഗാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചല്ലോ, സഹോദരി കഴിഞ്ഞ ദിവസം അത് പറഞ്ഞ. അപ്പൊ ആരാധനയ്ക്ക് പോകുന്ന വഴിക്കാണ് എന്ന് ഇത് പറയുന്നത്. ഉച്ചത്തിൽ പറയാം, നിന്റെ യാഗം യഹോവ വെറുക്കുന്നു, എനിക്ക് ഐ ആം നോട്ട് ഗോയിങ് ടു ലിസൺ ടു എനി ഓഫ് ദിസ്. എന്തായിരിക്കും അവസ്ഥ? ഇവിടെ കയറി വരുന്നിടത്ത് അവിടെ പ്രവാചകൻ എന്നിട്ട് പറയാ, എന്റെ ഉപവാസവും വേണ്ട, എന്റെ മീറ്റിങ്ങും വേണ്ട. എന്തായിരിക്കും? അതേപോലത്തെ ഒരു അവസ്ഥ അവിടെ നടക്കുന്നത്. എന്താ കാരണം ഇതിന് പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളിൽ പലതും, വൈ ഡിഡ് ഗോഡ് ഹേറ്റ് ദിയർ വർഷിപ്പ്? രണ്ടാമത്തെ ഇവരുടെ പ്രതീക്ഷ ആരാധനയാണ്. ആരാധന ദൈവം എന്തുകൊണ്ട് വെറുക്കുന്നു? പല കാരണങ്ങളുണ്ട്. കാരണങ്ങളിൽ പലതും നമ്മൾ ഓൾറെഡി ചിന്തിച്ചതാണ്, ഇതിന് മുമ്പത്തെ ഭാഗത്ത് ചിന്തിച്ചതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ദേവദാസന്മാർ, ദാസിയന്മാർ സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല.
എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരു വൺ ലൈൻ മാത്രം പറയാം. ഒന്നാമതായിട്ട്, വൈ ഗോഡ് ഹേറ്റഡ് ദെയർ വർഷിപ്പ്. വൺ തിങ് ഈസ് ദെയർ പ്ലേസ് ഓഫ് വർഷിപ്പ് ഈസ് റോങ്. നമ്മളത് കഴിഞ്ഞ ദിവസം കേട്ടതാണ്. ദൈവം ആരാധനയ്ക്ക് വേണ്ടി പറഞ്ഞ സ്ഥലത്തല്ല ഇപ്പോൾ ജനം ആരാധനയ്ക്ക് കൂടുന്നത്. ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താ? ഇവര് കണ്ടെത്തിയ സ്ഥലത്ത് യഹോവയ്ക്ക് മാത്രമല്ല ആരാധന, യഹോവയുടെ കൂടെ ആരൊക്കെയുണ്ട്? കാളക്കുട്ടിയും ബിംബങ്ങളും, പിന്നെ ഇവിടെ ഈ അദ്ദേഹത്തിൽ തന്നെ പറയുന്നുണ്ട് കാനാന്യ ദൈവവും നക്ഷത്ര ദേവനും എല്ലാം കൂടി ചേർന്നുള്ളൊരു കൂട്ടത്തിലുള്ള ഒരു ആരാധനയാണ്. അപ്പം അതുകൊണ്ട് ദൈവം അതിനെ വെറുക്കുന്നു. 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്, സാധാരണയൊക്കെ നമ്മുടെ സഭായോഗത്തെ പറ്റി നമ്മൾ വിശുദ്ധ സഭായോഗം എന്നൊക്കെ പറയും. ഇവരുടെ ആരാധന ദൈവം വിളിക്കുന്നത് അറിയോ? വിശുദ്ധ ആരാധനയല്ല, അതിക്രമം എന്നാണ് വിളിക്കുന്നത്, അൺഹോളി വർഷിപ്പ്. അതിന്റെ കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. അതേപോലെ തന്നെ 4-ാം അധ്യായത്തിൽ കാണുന്ന മറ്റൊരു കാര്യമാണ്, ഇവർ സത്യത്തിൽ ആരാധിക്കുന്ന ആരെയാണെന്നറിയോ? ഇവരെ തന്നെയാണ് ആരാധിക്കുന്നത്. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ സെൽഫ് വർഷിപ്പ്. എന്ന് പറഞ്ഞാൽ ഇവർ യാഗം കഴിച്ചിട്ട് ഇവർ ഇതിനെ പ്രസിദ്ധപ്പെടുത്തും. ഞാൻ ഇന്ന് ഇത്രയും കൊടുത്തു, ഇത്രയും ടൈത്ത് കൊടുത്തു, ഇത്രയും യാഗങ്ങൾ, ഞാൻ എൻ്റെ കുടുംബം ഇതെല്ലാം ചെയ്ത്. ചില ചർച്ചിന്റെ ഒക്കെ ഇനോഗ്രേഷന്റെ കല്ലേലൊക്കെ ലിസ്റ്റ്. ചില സ്ഥലത്തെ ഓരോ റൂമിന്റെ മേളിലുണ്ട്, ദിസ് റൂം ഈസ് ഡൊണേറ്റഡ് ബൈ, ദിസ് റൂം ഈസ് ഡൊണേറ്റഡ് ബൈ, ദിസ് ഫാൻ ഈസ് ഡൊണേറ്റഡ് ബൈ ഇന്ന ഫാമിലി, ആ ലൈറ്റ് ഇന്ന ഫാമിലി. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് ഇവരെ തന്നെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി. ഞങ്ങൾ ഇത്ര കൊടുത്തു. ഇറ്റ് ഈസ് എ സെൽഫ് വർഷിപ്പ്. അത് മാത്രമല്ല, 5-ാമത്തെ വേറൊരു കാര്യം ഉണ്ട്. 4-ാം അധ്യായം നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു കാര്യം, ഇറ്റ് ഈസ് എ സീക്കർ ഫ്രണ്ട്ലി വർഷിപ്പാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുവാ ഇഷ്ടം, അതാണ് ഇവിടെ ആരാധന. വാട്ട് യു വാണ്ട് ഈസ് യുവർ വർഷിപ്പ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളത് ചിന്തിച്ചതാണ്. തിമോഥെയോസിന്റെ ഇതിലേക്കൊക്കെ വരുമ്പോൾ ഇവരെന്ത് ഉപദേഷ്ടാക്കന്മാരെ വർദ്ധിപ്പിക്കുക, സോ ദാറ്റ് അവർക്ക് ആവശ്യമുള്ളത് തന്നെ ഇവര് പ്രസംഗിക്കണം. അങ്ങനത്തെ ഒരു ആരാധന രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ദൈവം ഇതിനെ വെറുക്കുന്നു എന്ന് പറയാൻ കാരണം. എങ്കിലും ഇന്ന് നമ്മൾ ചെയ്യുന്നത്, ഈ 5-ാം അധ്യായത്തിൽ ഈ വാക്യങ്ങൾ നമ്മൾ എടുത്ത ഈ ഭാഗത്ത് വൈ ഡിഡ് ഗോഡ് സേ ദാറ്റ്, ഇവിടെ എന്തുകൊണ്ടാണ് പറയാൻ കാരണം? നമ്മളിപ്പം മുമ്പ് പറഞ്ഞത് ഈ ആമോസിന്റെ പുസ്തകം മുഴുവനായുള്ള വെളിച്ചത്തിൽ, ആ മുഴുവൻ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ 5 കാര്യം പറയാൻ ശ്രമിച്ചത്. ഇനി നമുക്ക് ഈ ഭാഗത്ത്, ഈ 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യത്തിൽ വൈ, എന്തുകൊണ്ടാ? സത്യത്തിൽ ഇതൊരു നല്ല കാര്യമല്ലേ? യാഗം കഴിക്കുന്നത് നല്ലതല്ലേ? ആരാധന കഴിക്കുന്നത് നല്ലതല്ലേ? വൈ ഈസ് ദ പ്രോഫറ്റ് അറ്റാക്കിങ് ഇറ്റ്? എന്തുകൊണ്ടാണ് പ്രവാചകൻ അറ്റാക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ മറ്റ് യാതൊരു കാരണങ്ങളും നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ കാരണങ്ങളെ ഒന്നും കാണുന്നില്ല. പക്ഷെങ്കിൽ 2 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 2 കാര്യങ്ങൾ നോക്കിക്കേ. അതിന്റെ അടുത്ത വാക്യം, അതായത് 24-ാം വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ 24-ാം വാക്യമേ, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ഈ 21 മുതൽ 21, 22, 23 വാക്യങ്ങളിൽ പ്രവാചകൻ പറഞ്ഞു, ഐ ഹേറ്റ് ഇറ്റ്, എനിക്കത് വെറുപ്പാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഡോണ്ട് ബ്രിങ് ഇറ്റ് ടു മീ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണം പറയും. എന്നാൽ ഇതാണ് സംഭവിക്കേണ്ടത്, നീതി വെള്ളം പോലെയും ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞ് ഒഴുകണം. നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട പാഠം ഇതാണ്, ഗോഡ് ഹേറ്റ്സ് വർഷിപ്പ് വേർ ജസ്റ്റിസ് ആൻഡ് റൈച്ചസ്നെസ് ഈസ് ലാക്കിംഗ്. നീതിയും ന്യായവും ഇല്ലാത്ത സ്ഥലത്തുള്ള ആരാധനയെ ദൈവം വെറുക്കുന്നു. നീതി, ന്യായം. ഇവിടെയുള്ള ജനം എന്ത് പറയും? വാതിക്കൽ നിൽക്കുന്ന പ്രവാചകനോട് പറയാം, ആമോസ്, യഹൂദയിൽ നിന്നല്ലേ പാസ്റ്റർ വന്നേ, കേറി ഒന്ന് നോക്കിക്കേ ഞങ്ങളുടെ ആരാധന, തടിച്ച മൃഗം. അതിന് മുമ്പുള്ള ഭാഗമാണ് പറയുന്നത്. ഉത്സവങ്ങൾ, നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ ഉത്സവമാ? ഞങ്ങൾക്ക് വേറെ ഉത്സവമുണ്ട്, നിങ്ങൾക്ക് വേറെ ഉത്സവം. ഉത്സവങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു. പിന്നെ പാട്ടിന്റെ സ്വരം,
ഞങ്ങളുടെ വീണയുടെ സ്വരം. നോക്ക്, ഞങ്ങളുടെ ആരാധന നോക്ക്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ആരാധന. അതാണ് ജനം കാണുന്നത്. പക്ഷെ ദൈവം അതിനെ നോക്കിയിട്ട് പറയാ, ഐ ഹേറ്റ് ഇറ്റ്, ഐ ഹേറ്റ് ഇറ്റ്. ദൈവം ചോദിക്കുന്നത് തടിച്ച മൃഗമല്ല, നീതിയും ന്യായവും ഉണ്ടോ? അന്യോന്യമുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ ഇത് പറയുന്നത് ഇന്റർപേഴ്സണൽ റിലേഷനോടുള്ള ബന്ധത്തിലാ. ആ സമൂഹത്തിൽ ദരിദ്രരെ അവഗണിച്ച് ചവിട്ടി തേച്ചവർ സഭായോഗത്തിൽ മുമ്പിലുണ്ട്. ഇതേ അദ്ദേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. വാതിക്കൽ നീതി അട്ടിമറിച്ചവൻ ടൈത്തുമായിട്ട് നിൽക്കുക ആലയത്തിൽ. ദൈവം പറയാ, ഐ ഹേറ്റ് ഇറ്റ്. എന്തോ നമ്മൾ ഇവിടെ പഠിക്കണ്ടേ? നമ്മൾ ഒരു സഭായോഗത്തിൽ പോകുമ്പോൾ എന്താ ശ്രദ്ധിക്കുന്നേ? ആ സൗണ്ട് കൊള്ളാം കേട്ടോ, ഇവിടുത്തെ നല്ല സൗണ്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു സഭായോഗത്തിൽ പങ്കെടുക്കാനിടയായി. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവിടെ പോയി പുതിയൊരു ചർച്ച നമ്മളെല്ലാം ഒബ്സർവ് ചെയ്യുമല്ലോ. ഞാനെല്ലാം ഒന്ന് നോക്കി. അപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ പിന്നെ ആൽബിയെ കണ്ടപ്പോൾ ഞാൻ സഹോദരനോട് പറഞ്ഞു, സഹോദര, അവിടുത്തെ ഹോള് കൊള്ളാം. എന്താ കാരണം? എല്ലാം എയർ കണ്ടീഷൻഡ്, മൊത്തത്തിൽ എയർ കണ്ടീഷൻ. നമുക്കും അങ്ങനെ ഒന്ന്. പിന്നെ അത് മാത്രമല്ല, പിന്നെ നോക്കിയപ്പോൾ പ്രൊജക്ടർ, പാട്ട് പാടുന്നതനുസരിച്ച് പാട്ട്. അങ്ങനെ പ്രൊജക്ടർ മാത്രമല്ല, വേറൊരു സംഭവമുണ്ട്. ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നപ്പോഴാണ് കണ്ടേ. സംസാരിക്കാൻ ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ, ഇവിടെ നിന്നൊരു TV ഉണ്ട്, ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഒരു ഫ്രെയിം അടിച്ച് ഇവിടെ ആയിട്ട് കാണാം. ഞാൻ പറയുന്ന വാക്യങ്ങൾ എനിക്ക് അവിടെ, ഇപ്പൊ ഞാൻ ഇത് നോക്കണ്ട, സഹോദരി വായിക്കുകയും ചെയ്യണ്ട, എനിക്ക് വൃത്തിക്ക് ഇവിടെ കാണാം. ഇതേ നോക്കി ആൾക്കാരെ നോക്കുന്ന പോലെ സ്ക്രീനിൽ നോക്കി എനിക്ക് പറയാം. പിന്നെ അത് മാത്രമല്ല, കൊയർ, ഞെട്ടിപ്പിക്കുന്ന കൊയർ. എന്താ പറയുക, ഡ്രം ഉണ്ട്, വയലിൻ ഉണ്ട്, കീബോർഡ് ഉണ്ട്. യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ നിന്ന് ആ കൊയർ ലീഡ് ചെയ്യുന്നത്. അമേസിങ് ആയിട്ടുള്ളൊരു ആരാധന. ഇതൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ മനുഷ്യർ നോക്കുന്ന ഇതൊക്കെയാ. പക്ഷേ ദൈവമാണ് ആരാധനയെ നോക്കുന്നത്. Will our worship stand the scrutiny of God? ദൈവത്തിന്റെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് മുമ്പിൽ നമ്മുടെ ആരാധന നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ ട്രെൻഡ് അതാ. ഒരു ക്യാമ്പ് നടത്താൻ ബെസ്റ്റ് സിംഗറിനെ നമുക്ക് വിളിക്കണം, ഇന്ന ആളെ നമുക്ക് ഇറക്കണം. ബിക്കോസ് വി വോണ്ട് ആൾക്കാർ കാണുമ്പോ ഇന്നാരും ഒക്കെ ഉണ്ടായിരുന്നു, ഗംഭീരമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ദൈവം നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ഹൗ ഈസ് ആർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്? സഭയിൽ കൂടുന്ന അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? റിച്ച് പുവർ ഡിവൈഡ് ഉണ്ടോ? സമ്പത്തുള്ളവന് സമ്പത്തില്ലാത്തവന് തമ്മിലുള്ള ഒരു വിഭജനമുണ്ടോ? അല്ല. നമ്മുടെ ഇതിന് പറഞ്ഞാൽ ഈ പുതിയതും പഴയതും തമ്മിലൊരു വിഭജനമുണ്ടോ? പുതിയതായിട്ട് വന്നവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പും ഞങ്ങൾ പണ്ടേ ഉള്ളവരൊരു ഗ്രൂപ്പാണോ? ഈസ് ദെയർ എ ഡിവൈഡ്? അതോ നമ്മൾ എല്ലാവരെയും ഒരേപോലെ വാല്യൂ ചെയ്യുന്നുണ്ടോ? ഡു യു വാല്യൂ എവ്രിവൺ ഈക്വലി? നീതി ന്യായം വറ്റാത്ത തോടുപോലെ ദൈവസഭയിൽ ഒഴുകുമ്പോഴാണ് ഇവിടെ നടക്കുന്ന ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കുക. ഇഫ് വർഷിപ്പ് ഈസ് ട്രൂ, ആരാധന സത്യമാണെങ്കിൽ, നമ്മൾ നടത്തുന്നത് യഥാർത്ഥ ആരാധനയാണെങ്കിൽ, നീതിയും ന്യായവും ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്നൊഴുകണം. ഈ കയ്യടിയും ഞാനീ നടത്തുന്ന പ്രസംഗവും ഇവിടെ നടക്കുന്ന പാട്ടും ഈ ഉപവാസവും, ഇഫ് ഇറ്റ് ഈസ് റിയൽ, justice and righteousness should flow through the life of the worshipper. ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകണം. നമ്മളോട് തന്നെ ചോദിച്ചേ, ഇന്നിപ്പോ ഉപവാസ പ്രാർത്ഥനയാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയെ ദൈവം നോക്കുമ്പോ എന്ത് പറയും? പാസ്റ്റർ നോക്കുമ്പോ പാസ്റ്റർ പറയും, ടോംസ് എല്ലാ മീറ്റിങ്ങിനും തിരുവല്ലയിൽ നിന്ന് വന്നു. ഓ,
അതാണോ? അത് ഓക്കെ, മേ ബി പാസ്റ്റർ ഇംപ്രസ് ആവുമായിരിക്കും. ഐ ക്യാൻ കം എവറി ഡേ, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ദൈവം നോക്കുമ്പോഴോ? ദൈവം നോക്കുമ്പോഴെന്താ? വിൽ ഐ സ്റ്റാൻഡ് ഹിസ് സ്ക്രൂട്ടനി ഈസ് എ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി സീരിയസ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി സീരിയസ് ക്വസ്റ്റ്യൻ. പ്രവാചകൻ പറഞ്ഞു, നീതി ന്യായമൊന്നും കാണുന്നില്ലല്ലോ. യാഗമുണ്ട്, ടൈത്തുണ്ട്, യാഗങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, സഭായോഗങ്ങളുണ്ട്. ഇത് ഒഴുകട്ടെ ആദ്യമേ, അല്ലാതുള്ള ആരാധന വേണ്ട. ഇത് കേൾക്കുമ്പോൾ തന്നെ ജനം എന്ത് പറയുന്നറിയോ? ഇസ്രായേൽ മക്കൾ പറഞ്ഞു, അയ്യോ ഈ പ്രവാചകനെ കൊണ്ട് എന്തുവാ ഈ പറയുന്നേ? ദൈവത്തിന് ആരാധന വേണ്ടെന്നോ? ദൈവത്തിന് യാഗം വേണ്ടെന്നാണോ ആമോസ ഈ പറയുന്നത്? എന്തുവാ നീ പറയുന്നത്? ആമോസ, നിനക്കറിയത്തില്ലേ ആരാധിക്കണമെന്നും യാഗം കഴിക്കണമെന്നും ആരാ പറഞ്ഞ്? ദൈവം തന്നല്ലേ മോശയിൽ കൂടെ ഇത് കൽപ്പന തന്നേ. ജനം ചോദിക്കും. അപ്പൊ ആ ചോദ്യത്തിനുള്ള മറുപടി ഇവിടെ കൊടുക്കുക. അടുത്ത വാക്യം നോക്കി, 25-ാം വാക്യം. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? ഇസ്രായേലിനോട്, ആ ജനത്തിന് മുമ്പിൽ ഒരു ചോദ്യം വെക്കാം എന്ന് പറഞ്ഞാൽ, ആ ഒരു ഓർഡറിലാണ് ഞാൻ ഈ പറയുന്നത്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ റിമെയിൻ ഇൻ അവർ മൈൻഡ്. പ്രവാചകൻ വന്നിട്ട് പറയാ ആരാധന യാഗങ്ങൾ വേണ്ട, ഉടനെ ചോദ്യം, അപ്പൊ ദൈവം പറഞ്ഞതാണ് ഇത് വേണ്ടെന്നാണോ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മുടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, ഡസ് ഇറ്റ് മീൻ ദാറ്റ് സഭയോഗം എന്നാൽ സഭയോഗം വേണ്ട, അതോ ഫാസ്റ്റിംഗ് വേണ്ട, ടൈത്ത് വേണ്ട? ചിലർ ചിന്തിക്കും, അപ്പോഴേ ഞാൻ ഓർത്ത ഇന്ന് പോണ്ടെന്ന്. അതല്ല തോന്നുന്നു കേട്ടോ, അതല്ല മെസ്സേജ്. നമ്മള് പകുതി കേൾക്കുമ്പോൾ നമുക്ക് ശരിയാ, കറക്റ്റ്, എന്തിനാ സത്യത്തിൽ നമ്മൾ ഉപവാസം? അതല്ല ഇവിടുത്തെ മെസ്സേജ്. ചിലപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. അപ്പൊ അത് പ്രവാചകന് മനസ്സിലായി. പ്രവാചകൻ അത് മനസ്സിലായിട്ട് പ്രവാചകൻ അതിന് മറുപടി ഇപ്പൊ പറഞ്ഞു. പ്രവാചകൻ ചോദിക്കുക, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ 40 സംവത്സരം ഹനനയാഗവും ഭോജനയാഗവും അർപ്പിച്ചുവോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മരുഭൂമിയിൽ കൂടെ അലഞ്ഞ് നടന്ന സമയത്ത് യാഗം കഴിച്ചോ? ഉത്തരം എന്തുവാ? കഴിച്ചില്ലെന്നാണ് അതിന്റെ ഉത്തരം. കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയാ, there is something more important than your sacrifice. നിങ്ങളുടെ യാഗത്തെക്കാളും ആരാധനയെക്കാളും ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന ചടങ്ങ്, ആചാരങ്ങൾ, യാഗങ്ങൾക്ക് മുകളിൽ റിപ്പൻഡൻസ് വേണം. റിപ്പൻഡൻസ് ഗോസ് ബിഫോർ യുവർ റിച്വൽ. നമ്മൾ ചെയ്യുന്ന ആരാധനയ്ക്കും സഭായോഗങ്ങൾക്കും മുന്നമേ മാനസാന്തരമാണ് വേണ്ടത്, നീതിയാണ് ഒഴുകേണ്ടത്. മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഭാഗം വായിക്കാം നമുക്ക്, ഈ ഭാഗം ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി. മറ്റൊരു പ്രവചന പുസ്തകം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം, 7-ാം അധ്യായം, അതിന്റെ 21 മുതലുള്ള വാക്യം ഒന്ന് വായിക്കണം. 21, 22, 23 വാക്യങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഹനനയാഗങ്ങളോട് ഹോമയാഗങ്ങളും കൂട്ടി മാംസം തിന്നുവീൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെ കുറിച്ചാകട്ടെ ഹനനയാഗങ്ങളെ കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എന്റെ വാക്ക് കേട്ട് അനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. കേട്ടോ, നിങ്ങളുടെ പിതാക്കന്മാരുടെ യാഗത്തെക്കാളും മുമ്പ് ദൈവം കൽപ്പിച്ചത് എന്താ? എന്റെ വാക്ക് കേട്ട് അനുസരിപ്പീൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിൽ നടക്കുവീൻ എന്ന് പറഞ്ഞ ആമോസിന്റെ ഈ പുസ്തകവുമായിട്ട് നമ്മളിത് ചേർത്ത് പഠിച്ചാൽ ആമോസ് പറയുന്നത് എന്താ? ആരാധന ദൈവം പറഞ്ഞതല്ലേ? അതേ ദൈവം പറഞ്ഞതാ. യാഗം ദൈവം പറഞ്ഞതല്ലേ? ആണ്, ദൈവം പറഞ്ഞതാ. പക്ഷെ അനുസരണം വേണം. വിത്തൗട്ട് ഒബീഡിയൻസ് വർഷിപ്പ് ഈസ് ഇൻ വെയിൻ. വെറുതെയാ. അനുസരണം ഇല്ലാതുള്ള ആരാധന വെറുതെയാ. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചരിത്രം കാണും. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരിക്കുന്ന ആരാ? ശൗല്. ശൗലിനോട് അന്നത്തെ പ്രവാചകൻ ആരാ? ശൗമേല് പറഞ്ഞു, നീ ചെന്ന് അമാല്യക്കിനെ മുഴുവനായി നശിപ്പിക്കണം. ഉന്മൂലനാശം, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ദം. ആലോചന കേട്ട രാജാവും സൈന്യവും പുറപ്പെട്ടു അമാലേക്കിനുമായിട്ട് യുദ്ധം.
തോപ്പിച്ചു, മടങ്ങി വന്നിട്ട് ദൂത് പറഞ്ഞ പ്രവാചകൻ ആരെ കാണാൻ പോയി? രാജാവിനെ കാണാൻ ചെയ്യും. രാജാവിന്റെ അടുത്ത് ചെന്നപ്പോ രാജാവിന്റെ കൂടെ ഇരിക്കുന്നത് ആരാന്നറിയോ? ആരാ? അമാലേക്കിന്റെ രാജാവ് ഇസ്രായേലിലെ രാജാവോട് ഒരു കൂടിക്കാഴ്ച. രാജാവ് അവിടെ ഉണ്ട്. പിന്നെന്തോ? പിന്നെ നോക്കിയപ്പോ കുറച്ച് ബഹളം, മൃഗങ്ങളുടെ ശബ്ദം. നോക്കിയപ്പോ എന്തുവാ? നശിപ്പിക്കാൻ പോയ രാജാവ് അവിടെ പോയി ഈ വാക്യത്തിൽ കാണുന്നില്ല, തടിച്ച മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് എന്തുവാ പറയുന്നേ? ഇതിനെയൊക്കെ നമുക്ക് ഇവിടെ ഇസ്രായേലിലെ യഹോവയ്ക്ക് യാഗം കഴിക്കണമെന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഈ യാഗം കഴിക്കുന്നതിനേക്കാളും നല്ലത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. ഒബീഡിയൻസ് ടു ഗോഡ്. ഇവിടെ നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിനുള്ള ബന്ധത്തിൽ എല്ലാ വഴികളിലും ദൈവത്തെ അനുസരിച്ച് നടക്കുന്നതത്രേ ഞാൻ നടത്തുന്ന ചടങ്ങുകൾ, അല്ലെങ്കിൽ ഞാൻ ആരാധനയുടെ പേരിൽ നടത്തുന്ന എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ഈസ് മീ ഒബൈയിങ് ഗോഡ്. ദൈവത്തെ അനുസരിക്കുന്നതാണ്. സഭായോഗത്തിൽ വന്നു, ചാരി മീറ്റിംഗിൽ വന്നു, ഫാസ്റ്റിംഗ് പ്രയറിൽ വന്നു, പക്ഷെ വചനം അനുസരിക്കുന്നുണ്ടോ? അനുസരിക്കുന്നില്ലെങ്കിൽ it is meaningless. വെറുതെയാ. This is simply just for namesake. ഒരു വാക്യം കൂടെ, സമയം മുന്നോട്ട് പോയി, നമുക്ക് 6-ാം അധ്യായം മറ്റൊരു അവസരത്തിൽ ചിന്തിക്കാം. എങ്കിലും ഈ ഭാഗത്ത് ഞാൻ ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ, ലുക്ക് അറ്റ് ദ ലാസ്റ്റ് വേഴ്സ്. 5-ന്റെ അവസാന വാക്യം ഒന്ന് വായിക്കാം. 26 മുതൽ വായിച്ചോ. 26, 27. 26 വായിക്കാം ആദ്യമേ. നിങ്ങൾക്ക് ഉണ്ടാക്കിയ വിഗ്രഹങ്ങളായി നിങ്ങളുടെ നക്ഷത്രദേവനായ കിയുനെയും നിങ്ങളുടെ രാജാവായ സിക്കൂത്തിനെയും നിങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. ഇവിടെ 2 ദൈവങ്ങളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. 2 ദൈവങ്ങൾ. കനാന്യ അവർ പാർക്കുന്ന സ്ഥലത്ത് 2 ദേവന്മാർ, നക്ഷത്രദേവൻ, പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ ഈ ദൈവങ്ങളുടെ പ്രത്യേകത അറിയോ? ഈ ദൈവങ്ങളെല്ലാം ജനം തോന്നിയ വഴിക്ക് ജീവിക്കും. ജനമെല്ലാം തോന്നിയ വഴിക്ക് ജീവിക്കും. ആലയത്തിൽ ചെന്നിട്ട് ഈ പറയപ്പെടുന്ന ദൈവങ്ങൾക്ക് എന്ത് വേണം? യാഗങ്ങൾ അർപ്പിക്കുക. ലാവിഷായിട്ട് യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ പ്രസാദം കിട്ടി എന്ന് പറഞ്ഞ് ഇവര് പോകും. പറഞ്ഞ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ ദൈവങ്ങളുടെ അടുത്ത് ചെന്ന്, ഇവരുടെ ജീവിതം തെറ്റാണ്, പാപത്തിലാണ്, തോന്നിയ വഴിക്കാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ യാഗം കഴിക്കും. യാഗത്തിൽ കൂടെ ആ ദൈവങ്ങളുടെ പ്രസാദം കിട്ടി എന്ന് പറഞ്ഞ് ഇവര് മടങ്ങി വീടുകളിൽ പോകും. എന്നിട്ട് ഇവർക്ക് ഇതേ സങ്കല്പമാണ് യഹോവയോടുള്ള ബന്ധത്തിലും. ഇവർ ചിന്തിക്കുന്നത്, ഈ ദേവന്മാരുടെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ യാഗങ്ങളല്ല കഴിക്കുന്നേ, ഇതേപോലെ ഞങ്ങൾ യഹോവയുടെ അടുത്ത് ഒരു സ്ഥലമാണോ? ഗിൽഗാലുണ്ട്, ബേഥേലുണ്ട്, ബർശേബയുണ്ട്, അവിടെ ഇവിടങ്ങളെല്ലാം പോയി ടൈത്ത് കൊടുക്കുന്നു, യാഗം കൊടുക്കുന്നു. എന്റെ ജീവിതം ശരിയാക്കത്തില്ല. They saw worship as a substitute for right living. ജീവിതം ക്രമീകരിക്കുന്നതിന് പകരമായി ആരാധനയെ കണ്ടു. അത് ദൈവം സ്വീകരിക്കുന്ന ആരാധനയല്ല. എന്താണ് യഥാർത്ഥത്തിൽ ആരാധന? മാനസാന്തരപ്പെട്ടതിന്റെ അടയാളമാണ്. Worship is the sign of your repentance, is the symbol of your repentance. നമ്മൾ മാനസാന്തരപ്പെട്ടതിന്റെ തെളിവാണ് ആരാധന. എന്തുവാ ഇന്നത്തെ സന്ദേശം? What is the message? എന്നാ പിന്നെ ഇനി തൊട്ട് സഭായോഗവും വേണ്ട, ഏരിയ മീറ്റിംഗും വേണ്ട എന്നല്ല സന്ദേശം. What we need to learn is this. നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠങ്ങൾ ഇതാകുന്നു. എന്തുവാണ്? It is more important to obey God than to get the tune of the song right. പാടുന്ന പാട്ടിന്റെ താളം ശരിയാകുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് എന്റെ ജീവിതം ശരിയാകുന്നതാ. ഈ പ്രസംഗം കൃത്യമായി അവതരിപ്പിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ഈ പറയുന്ന പ്രസംഗം എന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതാ.
തെറ്റിദ്ധരിക്കപ്പെടല്ലേ. ഇന്നത്തെ പ്രസംഗം എന്തായിരുന്നു, അല്ല ഇന്നത്തെ പ്രസംഗം അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് കേട്ട നിങ്ങളും പറയുന്ന ഞങ്ങളും ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കുന്നത്. ഡോണ്ട് ഗെറ്റ് ഡിസീവ്ഡ് ഇൻ എ ഫോൾസ് ഫോം ഓഫ് വർഷിപ്പ്. ആരാധനയുടെ രീതികളെക്കാളും ജീവിത രീതിയാണ് ഇമ്പോർട്ടന്റ്. ലൈഫ് സ്റ്റൈൽ ഓഫ് ദ വർഷിപ്പർ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ ദ വർഷിപ്പ് സ്റ്റൈൽ. എന്ന് പറഞ്ഞാൽ ആദ്യം ഇന്ന് സ്ലോ പാട്ടാണോ അതോ ഫാസ്റ്റ് നമ്പർ ആണോ? ആദ്യം ഒരു സ്ലോ പാടി, പിന്നെ ഒരു ഫാസ്റ്റ് പാടി, പിന്നെ എഴുന്നേപ്പിച്ച് ഒരു സ്ലോ പാടി, പിന്നെ ഒന്ന് ഇരുത്തി സ്ലോ പാടി. അതിനകത്തിലൊന്നും കാര്യമില്ല. മോർ ദാൻ ദാറ്റ് ലൈഫ് സ്റ്റൈൽ മാറ്റേഴ്സ്. ആരാധിക്കുന്നവന്റെ ജീവിതം നോക്കുന്ന ദൈവത്തെ അത്രേ നമ്മൾ ആരാധിക്കുന്നത്. We worship a God who is looking into the life of the worshipper. ദൈവത്തിന് ഈ ആരാധന ഇഷ്ടമല്ലാതെ പോകാൻ സാധ്യതയുണ്ട് if our lives are not changed. ജീവിതവും ആരാധനയും തമ്മിൽ ബന്ധമുണ്ടോ? ഈ പ്രസംഗവും എന്റെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ലെങ്കിൽ എന്റെ ഇന്നത്തെ പ്രസംഗത്തെ നോക്കി ദൈവം പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഐ ഹേറ്റ് ഇറ്റ്. ഇന്ന് നടത്തുന്ന ഉപവാസ പ്രാർത്ഥനയും കൈകൊട്ടും പാട്ടുമായി നമ്മുടെ ജീവിതത്തിന് ബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ ദൈവം പറയും ഐ ഹേറ്റ് ഇറ്റ്. ഇറ്റ് ഈസ് ദാറ്റ് സീരിയസ്. അത് അത്രയ്ക്കും ഗൗരവ. അന്ന് പറഞ്ഞാൽ ആരാധനയിൽ എന്തോ നടക്കണം. ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ജസ്റ്റിസ് ആൻഡ് റൈച്ചസ്നസ്, നീതി ന്യായം. ഇതിന്റെ ഫുൾനെസ് നമ്മൾ ആരില്ല കാണുന്നത്? ദൈവത്തില. ഗോഡ് ഈസ് അൾട്ടിമേറ്റ് റൈറ്റ് ആൻഡ് ജസ്റ്റ്. ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ദൈവത്തിന്റെ സ്വഭാവമല്ലേ? ദൈവത്തിന്റെ സ്വഭാവമാണ്. അപ്പോ ആരാധിക്കുന്നവനിലേക്ക് ഈ ദൈവത്തിന്റെ സ്വഭാവം വരണം. That means worship involves transformation. ആരാധനയിൽ ആരാധിക്കുന്നവന് മാറ്റമുണ്ടാകണം. Is that happening? അത് നടക്കുന്നുണ്ടോ? നമ്മൾ നടത്തുന്ന ആരാധനയുടെ പേരിൽ നടത്തുന്ന ആരാധന എന്ന് പറഞ്ഞ് നടത്തുന്ന എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പ്രാർത്ഥിച്ചവരുണ്ട്, പ്രസംഗിച്ചു, ഞാൻ പാട്ടുപാടി, കീബോർഡ് വാങ്ങിച്ചു, വന്നു, എല്ലാം ചെയ്തവർ ഇവിടെ ഉണ്ട്. ഈ ചെയ്തതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് എന്ത് പറയോ? ദൈവം ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ ഈ 2-3 മണിക്കൂറിൽ എന്നിൽ എന്താ ചെയ്തേ? Did God change our lives today? ആ മാറ്റമാണ് ഇമ്പോർട്ടന്റ്. അത് നടക്കുന്നുണ്ടോ? That is important. പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നീതിമാനായ എല്ലാ തികഞ്ഞവനായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു പോകുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇത്രയും നമുക്ക് മാറ്റം വരുന്നത്, ഈസ് ഇറ്റ് നോട്ട് നാച്ചുറൽ? ഇപ്പൊ നമ്മൾ മദ്യം മയക്കുമരുന്നിനൊക്കെ പറ്റി പറഞ്ഞില്ലേ? ഈ മദ്യം ഉപയോഗിക്കുന്നവന്റെ കൂടെ നടക്കുന്നവനും എന്താ പറ്റും? അതിൽ പിടിക്കപ്പെടും. കൂട്ടുകാരല്ലേ ഇതിനെ സ്വാധീനിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാ നമ്മൾ ആരുടെ കൂടെ? അയ്യോ ദൈവത്തിന്റെ കൂടെ. നമുക്കൊരു മാറ്റവും ഇല്ല. ഈസ് ഇറ്റ് പോസിബിൾ? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ. ഒരു ഉദാഹരണം ഞാൻ അന്ന് പറഞ്ഞ, എനിക്കൊന്ന് പോൾ വാഷറാന്ന് തോന്നുന്നു, മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞൊരു ഉദാഹരണമാണ്. ഒരിക്കൽ താൻ പറഞ്ഞൊരു ഉദാഹരണം എങ്ങനെയാണ്? ഹി സേസ്, പുള്ളിക്കാരൻ പറഞ്ഞത്, ഒരു ആരാധനയ്ക്ക് കടന്നു വന്നു. നമുക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ, ഞാൻ ഇവിടെ കയറി വന്ന് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പറയാ, ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ ബൈക്കിൽ വരികയായിരുന്നു. എൻ്റെ ബൈക്കും ഒരു ലോറിയുമായിട്ട് ഇടിച്ച് ഞാൻ തെറിച്ച് വീണ എൻ്റെ മേളിൽ കൂടെ ബസ്, KSRTC പോയി. നിങ്ങൾ എന്താ പറയാ? ചങ്കുച്ചാനൊക്കെ എന്തുവായി പറയുന്നതെന്നുള്ളതില് കറക്റ്റ് അച്ഛാ, അതാ എന്തുവായി പറയുന്നത്? വണ്ടി ഇടിച്ചു, എൻ്റെ മേളിൽ കൂടെ വണ്ടിയും പോയി. എന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുവോ? നിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തുവാ? പരിശുദ്ധനായ ദൈവം, നീതിമാനായ ദൈവം, ജീവനുള്ള ദൈവത്തെ ഇന്ന് രാവിലെ ഇവിടെ കണ്ടുന്ന്. ഇവിടെ രാവിലെ നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചെന്നല്ലേ പറഞ്ഞേ? അങ്ങനാണെങ്കിൽ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ നമ്മളിൽ മാറ്റം വരണ്ടേ? അതല്ലേ യഥാർത്ഥത്തിൽ ആരാധന. The real worship transforms the one who worships. നമ്മൾ ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ.
നമ്മൾ കേൾക്കുന്ന വചന ശുശ്രൂഷയിൽ കൂടെ നമ്മളിൽ എന്ത് മാറ്റമാണ് വരുന്നത്? നമ്മൾ റോമാലേഖനം പഠിക്കുന്നു, ഗലാത്യ ലേഖനം പഠിക്കുന്നു, ആമോസിന്റെ പ്രവചന പുസ്തകം പഠിക്കുന്നു, മറ്റ് പല വേദഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് വചനം ധ്യാനിക്കുന്നു. എന്ത് മാറ്റമാ നമ്മളിൽ കൊണ്ടുവന്നേ? എന്ത് മാറ്റമാ കൊണ്ടുവന്നേ? ഈ കഴിഞ്ഞ ഞായറാഴ്ച കേട്ടത് മാത്രം ചിന്തിക്കേ. ആ സന്ദേശം നമ്മളിൽ എന്ത് മാറ്റമാ കൊണ്ടുവന്നേ? ഇല്ലെങ്കിൽ ഇന്നലെ രാവിലത്തെ സന്ദേശത്തിൽ നമുക്ക് എന്ത് മാറ്റമാ വന്നേ? Where did it change? ഇല്ലെങ്കിൽ that is not the worship that God expects. God hates fake worship. ആരാധനയുടെ പേരിൽ നടത്തുന്ന അഭിനയങ്ങൾ ദൈവം വെറുക്കുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് obeying God. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. One more thing and I close. എന്തിനു വേണ്ടിയാണ് ആരാധിക്കുന്നത്? വാട്ട് ഈസ് ദ എൻഡ് ഇൻ വർഷിപ്പ്? ആരാധനയുടെ അവസാനം എന്ത്? വാട്ട് ഈസ് ദ എൻഡ്? ആരാധനയിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഞാനൊരു വാക്യം ഞാൻ വായിക്കാം. ഇതേ അധ്യായത്തിൽ നിന്നുള്ളതാണ്. ബെഥേലിൽ എന്നെ അന്വേഷിക്കരുത്, ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേർഷേബയിലേക്ക് കടക്കരുത്. ഗിൽഗാൽ പ്രവാസത്തിലേക്ക് പോകും, ബെഥേൽ നാസ്തിയായി ഭവിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. പ്രവാചകൻ പറയാ, ബെഥേലിനെ അന്വേഷിക്കേണ്ട, എന്നെ എന്ന് പറഞ്ഞ ദൈവത്തെ അന്വേഷിപ്പീൻ. ഇവിടെ പറയാ, ദ എൻഡ് ഇൻ വർഷിപ്പ് ഈസ് ഗോഡ്. ആരാധനയിൽ നമ്മൾ സംതൃപ്തി അണയേണ്ടത് ദൈവത്തിലാണ്. എന്താ ഞാൻ ഇത് പറയാൻ കാരണം? സംടൈംസ് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ആരാധനയാണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പാട്ട് പാടി കഴിഞ്ഞ സാര പറഞ്ഞ പാട്ടിലാക്കുവാന്ന് പാസ്റ്റാന്ന് എന്ന് പറഞ്ഞ നമ്മൾ പാടി പാട്ടിലായി ഇന്നെന്തോ ഒരു ആരാധനയായിരുന്നു എന്നുള്ളൊരു ചിന്ത. അല്ലെങ്കിൽ കൈയടിച്ച് പിന്നെ കാസ്റ്റിൽ കൈയടിച്ച് അവസാനം 2 അന്ത്യവാസം പറഞ്ഞ് എന്തോ ഒരു ആരാധനയായിരുന്നു ചിന്തിക്കുക. അല്ലെങ്കിൽ ഇന്നിപ്പോ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ശബ്ദം ഉയർത്തി, ശബ്ദം അല്പം ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കി, എല്ലാം കൊണ്ട് ഇന്നത്തെ പ്രസംഗം ഒന്ന് ഉഷാറായെന്നൊരു ചിന്ത. എന്താ ആരാധനയുടെ അവസാനം? ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ വർഷിപ്പർ. ആരാധിക്കുന്നവന്റെ സംതൃപ്തി ദൈവത്തെ കാണുന്നതിലാണ്. ഇൻ മീറ്റിംഗ് ഗോഡ്. ഇവിടെ കുമ്പനാട് ആലയത്തിൽ വരുന്നതോ അല്ലെങ്കിൽ ഇവിടെ പാസ്റ്റർമാരെ കാണുന്നതൊക്കെ നല്ലതാണ്, കൂട്ടായ്മ വേണം. പക്ഷേ ഇവിടെ ദൈവവുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇഫ് യു ഡോണ്ട് മീറ്റ് വിത്ത് ഗോഡ് ഇൻ ദിസ് പ്ലേസ്, then it is of no use. ഇത് പ്രയോജനം ഇല്ലാതെ പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. പുതിയ നിയമത്തിൽ ആരാധനയെ പറ്റി പറയുന്ന ഒരു വാക്യം കൂടി ഞാൻ പറയട്ടെ. നമുക്കറിയാവുന്ന വാക്യമാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാം, ഞാൻ ഒരു വാക്ക് മാത്രം പറയട്ടെ. ദൈവം പ്രസാദിക്കുന്ന ആരാധന എന്താ? ബുദ്ധിയുള്ള ആരാധന എന്താ? വിശുദ്ധവും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്നതല്ലേ? ഒരു യാഗവസ്തു യാഗപീഠത്തിൽ പൂർണ്ണമായി ദഹിച്ചു തീരുന്നത് പോലെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്നതാണ് ആരാധന. അങ്ങനെയാണെങ്കിൽ he don't want our songs if our lives are not for him. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ജീവിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് എൻ്റെ പാട്ട് വേണോ? എന്തോ പാടാ സ്വർഗത്തിൽ ആളില്ലാഞ്ഞിട്ട് ദൈവയുടെ കൂലിക്ക് ആൾക്കാരെ ഇറക്കിയേക്കാണോ പാട്ട് പാടാൻ? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവന്റെ പാട്ടാണ് ദൈവം പ്രസാദിക്കുന്നത്. എന്തോ പ്രസംഗിക്കാൻ ദൂതറിയിക്കാൻ ദൂതന്മാരുണ്ടായിരുന്നു. പക്ഷെ രക്ഷ അനുഭവിച്ച് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ജീവിക്കുന്നവന്റെ പ്രസംഗവും ദൂതുമാണ് ദൈവത്തിന് ആവശ്യം. Hallelujah. 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 What happened to the people of Israel? ഇസ്രായേൽ മക്കൾക്ക് എന്താ പറ്റിയ? They thought, അവർ ചിന്തിച്ചു എല്ലാം നല്ലതാ, കാരണം ഞങ്ങള് യാഗമുണ്ട്, ചൈത്തുണ്ട്, പല പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കൃത്യമായി പോകുന്നുണ്ട്. പക്ഷെ ജീവിതമായിട്ട് ബന്ധമില്ലാതെ പോയി.
പ്രവാചകൻ അതിനെ നോക്കി ഐ ഹേറ്റഡ്, ദൈവം അതിനെ വെറുക്കുന്നുവെന്ന് ദൂത് പറഞ്ഞു. ഞാൻ ഒരു വാക്യം കൂടെ, അതിന്റെ അവസാന വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? നമ്മൾ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളെ ദമ്മേശെക്കിനപ്പുറം പ്രവാസത്തിലേക്ക് പോകുമാറാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവം എന്നാകുന്നു അവന്റെ നാമം. അവസാനമായിട്ട് നമ്മളിവിടെ കാണുന്നത് പ്രവാചകൻ പറയാ, ദൈവം അതിനെ വെറുക്കുന്നു, മാനസാന്തരപ്പെടാതെ ദൈവത്തിലേക്ക് തിരിയാത്ത ഉള്ള ആരാധന ദൈവം വെറുക്കുന്നുവെന്ന് മാത്രമല്ല, ദാറ്റ് വിൽ ഗോ, ആ ജനം പ്രവാസത്തിലേക്ക് പോകുമെന്ന് പ്രവാചകൻ പ്രവചിക്കുക. ആ പ്രവചനം കൃത്യമായിട്ട് ചില നാളുകൾ കഴിയുമ്പോൾ, ഈ പ്രവചനത്തിന് ശേഷം ചുരുക്കം ചില നാളുകൾ കഴിയുമ്പോൾ പ്രവാചകന്റെ വാക്ക് നിറവേറുന്ന പോലെ ആ ജനത്തെ നശിപ്പിച്ചുകൊണ്ട് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. നമുക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഇറ്റ് ഇസ് എ വാർണിംഗ് ഫോർ us. ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. നമുക്ക് ചിലപ്പോൾ വി വിൽ ഫീൽ ദാറ്റ് false security. ഇതൊന്നും ഞങ്ങൾക്കല്ല, കാരണം ഞങ്ങൾ ആരാ? We are all saints. നമ്മളൊക്കെ വിശുദ്ധരാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വരും. ഞങ്ങൾ ഇന്ന സഭയിലായത് കൊണ്ടോ, ഇന്നതുപോലെ ചെയ്തത് കൊണ്ടോ, ഞങ്ങൾ കൃത്യം സഭായോഗത്തിൽ പോകുന്നുണ്ട്, ടൈത്ത് കൃത്യം കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് ദൈവം പ്രസാദിച്ചു എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ചെയ്തത് എന്താ? ആരാധനയാ. ബിക്കോസ് വി വർഷിപ്പ് God is pleased എന്നുള്ളൊരു തെറ്റിദ്ധാരണ. നമ്മുടെ മാനസാന്തരത്തിന്റെ അടയാളമാകട്ടെ ആരാധന. ആരാധിക്കുമ്പോൾ ഈച്ച് ടൈം നമ്മൾ വി മീറ്റ് ഗോഡ്, ഓരോ തവണ ദൈവത്തെ നമ്മൾ കാണുമ്പോഴും നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകട്ടെ. ഈ ജനത്തിന്റെ വ്യാജ സുരക്ഷിതത്തെ എല്ലാം പ്രവാചകൻ പൊളിക്കുന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് കണ്ടത്. ബാക്കിയുള്ള നമുക്ക് പിന്നെ ചിന്തിക്കാം. The underlining line is this: unrepentant worshippers will be exiled. പ്രവാചകൻ പറയാം, മാനസാന്തരപ്പെടാത്ത, ദൈവത്തിലേക്ക് തിരിയാത്ത ആരാധന എന്ന് പറഞ്ഞ പേരിൽ നടത്തുന്ന എല്ലാത്തെയും ദൈവം ന്യായം വിധിക്കും. അത് ഈ കാലഘട്ടത്തിലും ദൈവം ചെയ്യും. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സഭ എന്ന് പറഞ്ഞ് നടത്തുന്ന കോലാഹലങ്ങളെ എല്ലാം ന്യായം വിധിക്കുന്ന ദൈവം ഉണ്ട്. സത്യദൈവത്തെ യഥാർത്ഥമായി സേവിച്ച് അവനെ അനുസരിച്ച് നമ്മളുടെ ജീവിതം നമുക്ക് കഴിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.